നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. UK-യിൽ മുൻ മേയർക്കെതിരെ കേസ്. കൈക്കൂലി വാങ്ങിയതിനും മോശ പെരുമാറ്റത്തിനുമാണ് മുൻ മേയർക്കെതിരെ കേസെടുത്തത്. ലിവർപൂൾ നഗരത്തിലെ മുൻ മേയറായിരുന്ന ജോ ആൻഡേഴ്സണെതിരെയാണ് മെർസിസൈഡ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ജോ ആൻഡേഴ്സനെ കൂടാതെ മറ്റ് 13 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. മുൻ കൗൺസിലർമാരും കൗൺസിൽ ഉദ്യോഗസ്ഥരും കൈക്കൂലി നൽകാൻ ഗൂഢാലോചന നടത്തിയവരുമാണ് മറ്റ് 13 പേർ. കൗൺസിലിലെ കെട്ടിട കരാറുകളുമായി ബന്ധപ്പെട്ടതാണ് കൈക്കൂലി വാങ്ങൽ നടന്നത്. നിരവധി പ്രോപ്പർട്ടി ഡെവലപ്പർമാരെ കേന്ദ്രീകരിച്ച് മെർസിസൈഡ് പോലീസ് ഓപ്പറേഷൻ അലോഫ്റ്റ് എന്ന പേരിൽ നടത്തിയ അന്വേഷണത്തിന് ശേഷമാണ് കേസെടുത്തത്. മാർച്ച് 28-ന് പ്രസ്റ്റൺ മജിസ്ട്രേറ്റ് കോടതിയിൽ അറസ്റ്റിലായവരെ ഹാജരാക്കുമെന്ന് മെർസിസൈഡ് പോലീസ് പറഞ്ഞു. ലണ്ടനിൽ 16-കാരനെ വെടിവെച്ചു കൊന്ന കേസിൽ പ്രതി അറസ്റ്റിൽ. ലണ്ടനിലെ സ്റ്റോക്ക്വെൽ ട്യൂബ് സ്റ്റേഷന് സമീപം 16 വയസ്സുകാരനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. ലതാനിയൽ ബറേൽ എന്ന കൗമാരക്കാരനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ക്രോയിഡോണിൽ നിന്നും 32-കാരനെയാണ് മെറ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു. ചൊവ്വാഴ്ച ഉച്ചയോടെ സ്റ്റോക്ക്വെൽ ട്യൂബ് സ്റ്റേഷന് സമീപമുള്ള പാരഡൈസ് റോഡിലാണ് ലതാനിയൽ ബറേലിനെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബെൽഫാസ്റ്റിൽ ഇന്ത്യൻ കോൺസുലേറ്റ് തുറക്കാനൊരുങ്ങുന്നു. പ്രധാനമന്ത്രി സ്റ്റാർമർ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. നോർത്തേൺ അയർലൻഡിൽ ഇന്ത്യൻ ജനതയുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മികച്ച സേവനം വാഗ്ദാനം ചെയ്യുന്നുവെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു. ബെൽഫാസ്റ്റിൽ പുതിയ ഇന്ത്യൻ കോൺസുലേറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ബെൽഫാസ്റ്റ് സിറ്റി ഹാളിന് സമീപം ക്ലാരൻസ് ഹൗസിൽ 3 നിലകളിലായി 60-ൽ പരം ഇരിപ്പിടങ്ങളുമായാണ് പുതിയ കോൺസുലേറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത്. UK-ക്കും യൂറോപ്യൻ യൂണിയനും ഇടയിലുള്ള ഭൂപ്രദേശം എന്ന നിലയിൽ പുതിയ കോൺസുലേറ്റ് ഏറെ നിർണായകമാണ്. കഴിഞ്ഞ G20 സമ്മിറ്റിലാണ് UK-യിൽ പുതുതായി 2 ഇന്ത്യൻ കോൺസുലേറ്റുകൾ സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത്. ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് സ്റ്റാമ്പുകളുടെ വില റോയൽ മെയിൽ കൂട്ടുന്നു. ഏപ്രിൽ മുതലാണ് സ്റ്റാമ്പുകളുടെ ചാർജ് റോയൽ മെയിൽ കൂട്ടുന്നത്. ഏപ്രിൽ 7 മുതൽ ഒരു ഫസ്റ്റ് ക്ലാസ് സ്റ്റാമ്പിന്റെ വില 5 പെൻസ് വർദ്ധിച്ച് 1.70 പൗണ്ടായി ഉയരുമെന്ന് റോയൽ മെയിൽ പ്രഖ്യാപിച്ചു. സെക്കൻഡ് ക്ലാസ് സ്റ്റാമ്പിന്റെ വില 2 പെൻസ് വർദ്ധിച്ച് 87 പെൻസായും ഉയരും. മെയിൽ ഡെലിവറി ചെയ്യുന്നതിനുള്ള വർദ്ധിച്ചുവരുന്ന ചെലവ് താങ്ങാനാവാത്തതിനാലാണ് ഇത്തരം തീരുമാനമെടുത്തതെന്ന് കമ്പനി പറഞ്ഞു. അതേസമയം പ്രമുഖ ഉപഭോക്തൃ സംഘടനയായ സിറ്റിസൺസ് അഡ്വൈസ് ഈ മാറ്റത്തെ ഉപഭോക്താക്കൾക്കുള്ള മറ്റൊരു പ്രഹരമെന്ന് വിശേഷിപ്പിച്ചു. റോയൽ മെയിൽ ഡെലിവർ ചെയ്യുന്ന കത്തുകളുടെ എണ്ണം 2004-2005-ൽ 20 ബില്യനായിരുന്നു. കഴിഞ്ഞ വർഷം ആയപ്പോഴേക്കും ഇത് 6.6 ബില്യനായി കുറഞ്ഞു. റോയൽ മെയിൽ ഇതിനോടകം ഒരു ഫസ്റ്റ് ക്ലാസ് സ്റ്റാമ്പിന്റെ വില 85 പെൻസിൽ നിന്ന് 5 തവണകളായി വർദ്ധിപ്പിച്ച് 1.65 പൗണ്ടായി വർദ്ധിപ്പിച്ചു. പുതിയ സ്റ്റാമ്പ് വില വർധനവ് നിലവിലെ ഉപഭോക്താക്കളെ കൂടി റോയൽ മെയിലിൽ നിന്നും അകറ്റിയേക്കുമെന്ന് വിമർശകർ പറയുന്നു. വിദേശ ഹെൽത്ത് കെയർ ജീവനക്കാരെ ആശ്രയിക്കുന്നത് കുറച്ച് നോർത്ത് ഈസ്റ്റ് കംബ്രിയ ആശുപത്രികൾ. ഇംഗ്ലണ്ടിൽ വിദേശ ഹെൽത്ത് കെയർ ജീവനക്കാരെ ആശ്രയിക്കുന്നത് വർദ്ധിക്കുന്നുവെന്ന ആശങ്കകൾ നിലനിൽക്കവേ നോർത്ത് ഈസ്റ്റ് കംബ്രിയ ഹെൽത്ത് സർവീസുകൾ വിദേശ ഹെൽത്ത് കെയർ ജീവനക്കാരെ ആശ്രയിക്കുന്നത് കുറച്ചു. ഇംഗ്ലണ്ടിലെ NHS ജീവനക്കാരിൽ ഏറ്റവും കുറവ് വിദേശ ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതും ഈ മേഖലകളിൽ എന്നാണ് NHS കണക്കുകൾ വ്യക്തമാക്കുന്നത്. രാജ്യത്തെ മറ്റു ഭാഗങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വിദേശികൾ കുറവുള്ള മേഖല കൂടിയാണിത്. വിദേശ ജോലിക്കാരുടെ എണ്ണം കുറവുണ്ടെങ്കിലും മേഖലയിലെ NHSന് അന്താരാഷ്ട്ര ജീവനക്കാരുടെ സംഭാവന സുപ്രധാനമാണ്. വിദേശത്ത് പഠനത്തിന് പോകുന്നവർക്കായി നോർക്ക സ്റ്റുഡൻസ് മൈഗ്രേഷൻ പോർട്ടൽ തുടങ്ങും. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് നോർക്ക NRK വനിതാ സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസിന്റെ സഹകരണത്തോടെ തൈക്കാട് കിഡ്സ് ക്യാമ്പസ് ഹാളിൽ സംഘടിപ്പിച്ച സുരക്ഷിത വിദേശ തൊഴിൽ കുടിയേറ്റ നിയമബോധവൽക്കരണ വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരി വിദേശത്ത് പഠനത്തിനായി പോകുന്നവർക്കായി വരുന്ന സാമ്പത്തിക വർഷം സ്റ്റുഡൻസ് മൈഗ്രേഷൻ പോർട്ടൽ ആരംഭിക്കുമെന്ന് പറഞ്ഞു. വിവിധ രാജ്യങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ, കുടിയേറ്റ നിയമങ്ങൾ, അറിയേണ്ട മറ്റു വിവരങ്ങൾ എന്നിവയെല്ലാം ഈ പോർട്ടലിൽ ലഭ്യമാക്കും. വിദേശ രാജ്യത്ത് മലയാളി കൂട്ടായ്മയുടെ പിന്തുണ ഉറപ്പാക്കാൻ ലോക കേരളം ഓൺലൈൻ വെബ് പോർട്ടൽ രജിസ്റ്റർ ചെയ്യുന്നത് സഹായിക്കുമെന്ന് അജിത് കോളശ്ശേരി വ്യക്തമാക്കി. സുരക്ഷിതമായ വിദേശ തൊഴിൽ കുടിയേറ്റ നടപടിക്രമങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഒരു നല്ല വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ക്യൂ മലയാളം UK ന്യൂസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്യുക.